കേരള DTH ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ നാടുകൾ, ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ ഒരു LED സ്മാർട്ട് TV ആണ്. ഞാൻ നോക്കിയയുടെ ഒരു TV ആണ് ഉപയോഗിക്കുന്നത്, 55 ഇഞ്ച് TV ആണ്. ഇതുപോലുള്ള പല ഇഞ്ചുകളുടെ TVകൾ ഭൂരിപക്ഷം വരുന്ന നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പല ആളുകൾക്കും ശ്രദ്ധിക്കാതെ ഈ ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് 5 കൊല്ലം കൊണ്ടൊക്കെ പല ഏരിയകളിലും ടിവിക്ക് LED ടിവിക്ക് തകരാറ് വരുന്നുണ്ട്. ചില ആളുകൾ ചിന്തിക്കുന്നത് കൂടുതലും ഈ വോൾട്ടേജിൻ്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെയൊക്കെ ആണെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ 60-70% കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു കാരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരുപക്ഷെ ഞാനൊരു വീഡിയോ കാണിച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ പരമാവധി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോ. കാരണം ഇങ്ങനെ ഒരു TV ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ്. അപ്പം പൊതുവേ എനിക്ക് എൻ്റെ ഏരിയയിലൊക്കെ ടെക്നീഷ്യന്മാരുണ്ട്, TV റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യന്മാരൊക്കെ വിളിച്ചാലിപ്പോൾ, കാരണം ഞാൻ DTHൻ്റെ ഫീൽഡ്, അതുപോലെ എൻ്റെ കൂട്ടുകാരൊക്കെ TV ടെക്നീഷ്യന്മാരുണ്ട്. അവരൊന്ന് വിളിച്ചാൽ ഒരു TV റിപ്പയർ നിന്ന് വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി ചെക്ക് ചെയ്യുന്നുള്ളൂ. കാരണം അത്രയും TV കംപ്ലയിൻറ്റുകൾ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻറ്റുകൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഐഡിയ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് കൊടുക്കുക. കാരണം ഈ വീഡിയോ കാണുന്ന ആളുകൾ വീട്ടിൽ TV ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ LED അല്ലെങ്കിൽ LCD സ്മാർട്ട് TV ഉണ്ടെങ്കിൽ നിങ്ങളും ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. എൻ്റെ വീട്ടിൽ ഒരു 2 TVകളുണ്ട്. ഒരു TV ഏതാണ്ട് ഒരു 8-9 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്, ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ഇവിടെ വോൾട്ടേജിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന TV ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ പിടിച്ചതാണ്. പക്ഷേ ഇതൊരു 3-4 കൊല്ലത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ വീടുകളിലെ TVയിലും ഇതും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് കുറച്ച് കാലം മുമ്പ് ഇറങ്ങിയ കുറച്ച് സെറ്റ് ഓഫ് ബോക്സുകളാണ്. ഒരുപാട് ബോക്സ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഉള്ളത് ചുരുങ്ങിയത് വെച്ച് കാണിക്കുന്നത്. ഏതൊരു സെറ്റ് ഓഫ് ബോക്സും അല്ല ഏതൊരു ഇലക്ട്രോണിക്സ് ഉപകരണവും വെക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എയർ ഫ്ലോയിന് വേണ്ടിയിട്ട് ഈ ബോർഡ് കാര്യങ്ങൾ ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് കൂടുതലും ഈ ബോക്സിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടാകും ഇതുപോലുള്ള ഹോളുകൾ. ഇത് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടാണ്. ഇത് പൊളിച്ചാൽ ഇതിൻ്റെ അടിയിലും ഹോളുകളാണ് ഭൂരിപക്ഷം. എയർടെലിൻ്റെ കുറച്ച് മുമ്പുള്ളൊരു ബോക്സാണ്. ഇതിൽ സൈഡിൽ ഇവിടെയൊക്കെയാണ് ഹോള് കൊടുത്തിട്ടുള്ളത്. അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം എയർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡ് ചൂട് പിടിക്കാതിരിക്കാനും, അതുപോലുള്ള ഈ കാര്യങ്ങൾ, ഈ ബോർഡ് കൂടുതലും ചൂട് പെട്ടെന്ന് പിടിച്ചാൽ ബോർഡ് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയൊക്കെയാണ് ആദ്യകാലം ഇറങ്ങിയ എൻജിനീയറിങ്ങിൻ്റെ വൈദഗ്ധ്യം കൊണ്ട് അവർ ഇവിടെയായിരുന്നു ഹോള് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ബോക്സ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വീടുകളുടെ TVയുടെ ഒക്കെ മുകളിലുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാൻഡിൻ്റെ അടിയിലാണെങ്കിൽ ഏറ്റവും മുകളിലാണ് നമ്മളിത് വെക്കുക. അപ്പോൾ അങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ ഒരുപാട് പൊടിപടലങ്ങൾ ഇതിലേക്ക് കടന്നിട്ട് നമ്മുടെ ബോർഡുകൾ തുരുമ്പ് പിടിക്കുന്നുണ്ട്. കൂടുതലായിട്ട് തുരുമ്പ് പിടിച്ച് ഈ ഒരുപാട് കംപ്ലയിൻറ്റ്, എനിക്ക് തോന്നുന്നു ഒരു 60-70% കംപ്ലയിൻറ്റ് വരാനുള്ള പ്രധാന കാരണങ്ങൾ ഈ ഒരു കാരണം കൊണ്ടാണ്. ഇപ്പോൾ എയർടെലിലൊക്കെ പുതിയ ബോക്സിൽ നമുക്കറിയാം, ഞാൻ ഉദാഹരണത്തിന് വേറൊരു പുതിയ ബോക്സ്, ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു ബോക്സാണ് ഡിഷ് TVയുടെ ബോക്സ്. ഇതിലെന്തുകൊണ്ടാണ് അവരത് ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കി ബോക്സിന് കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഇപ്പോൾ സൈഡിലേക്ക് മാറി. ഇതൊരു പുതിയ എഞ്ചിനീയറിങ്ങിൻ്റെ ബുദ്ധി തന്നെയാണ്. കാരണം മുന്നേയുള്ള എഞ്ചിനീയർമാർക്ക് ചിലപ്പം അവർ കാഴ്ചപ്പാട് ചെയ്യും. പിന്നെ അടിയിലൊക്കെ ആക്കിയിട്ടുണ്ട്, കണ്ടോ, ഈ അടിയിൽ ഭാഗത്തേക്കൊക്കെ ആക്കിയിട്ട് ആ ഒരു പ്രശ്നം ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനിതിവിടെ എന്തിനാണ് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, TVയുടെ ഭാഗവും ഇതുപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇനി അടുത്തത് കാണിക്കുന്നത് TVയുടെ ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പഴയ TV ആണ്. കംപ്ലയിൻറ്റ് വന്നതാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടതാണ്, അയാൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊരു കംപ്ലയിൻറ്റ് വരാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ബോർഡ് ഷോർട്ടായതാണ്. ബോർഡ് ഷോർട്ടായി വലിയൊരു ചാർജൊക്കെയാണ് പറയുന്നത്. TVൻ്റെ റിപ്പയറിൻ്റെ ആളുകൾ ചില 8,000-7,000 രൂപയൊക്കെയാണ് പറയുക. അപ്പോൾ സാധാരണക്കാർക്ക് അതൊന്നും വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു TV നമ്മുടെ വീടുകളിൽ ചുമരുമ്മൽ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ നമ്മൾ നല്ല രീതിയിൽ വീടൊക്കെ നമ്മൾ വൃത്തിയാക്കും, റൂമൊക്കെ ക്ലീൻ ചെയ്യും. പക്ഷേ TV ചുമരുമ്മലൊക്കെ ഫിറ്റിങ് ചെയ്ത സ്ഥലത്താണെങ്കിൽ ഈ ഭൂരിപക്ഷം ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ നോക്കില്ല. ഞാൻ അടുത്ത കാണിക്കുന്നത് ഇതിൻ്റെ പിന്നിലാണ്. പിന്നിൽ നമുക്കറിയാം പല ഹോളുകളുണ്ടാവും. ഇതുപോലുള്ള നോക്കിക്കോ, ഇതൊക്കെ എയർ ഫ്ലോയിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. ഇങ്ങനത്തെ പല ഏരിയകളിലാണ്. ഇത് പല TVകൾ ചില ഏരിയകളിലൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, എയർ ഫ്ലോ കൊടുക്കാൻ വേണ്ടിയിട്ട് കച്ചറകൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊക്കെ ചെറിയ പ്ലാസ്റ്റിക് കൊടുത്ത് അടച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഭൂരിപക്ഷം സ്ഥലത്തും ഇതുപോലുള്ള ഹോളുകളുണ്ടാവും.
ചില ടി വിക്ക് ചുരുക്കിയുണ്ടാവും, പക്ഷേ ഭൂരിപക്ഷം വരുന്ന പുതിയ ടി വി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഹോളുകൾ ചുമരുമ്മൽ എപ്പോൾ ഇങ്ങനെ പൊടി പിടിച്ച് കാരണം നമ്മളിവിടെ കൂടുതലും തുടക്കൂല, അല്ലെങ്കിൽ നമ്മൾ പൊടി തട്ടി മാറ്റൂല. അല്ലെങ്കിൽ ഈ വീട്ടിലെ ലേഡീസൊക്കെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അവർ ഈ ടി വി തട്ടിയാൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ഇത് തട്ടി വീണാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവന്മാർ എന്നാലേ അവരെ കുറ്റം പറയുന്നില്ല, ആ ഒരു ഭാഗം ശ്രദ്ധിക്കുകയില്ല. കാരണം അവർ വിചാരിക്കും അത് കംപ്ലയിൻറ്റ് വരും എന്നുള്ള രീതിയിലാണ്. പക്ഷേ അവിടെ പൊടി പിടിച്ച് കാരണം ഞാൻ ഈ DTH ഫീൽഡിലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വീടുകളിൽ പണിക്ക് പോകുന്ന ആളാണ്. ഞാനൊക്കെ ചില സമയത്തൊക്കെ HDMI പോർട്ടൊക്കെ അയക്കാൻ വേണ്ടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പൊടിയായിരിക്കും. ഇവിടെയൊക്കെ വണ്ണാനും 8 കാലിയൊക്കെ കൂട് കെട്ടി നിൽക്കുന്നുണ്ടാവും. പക്ഷേ ആ വീട്ടുകാർ അറിയേയില്ല, കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു പൊടികൾ ഇതിൻ്റെ ബോർഡിൻ്റെ ഉള്ളിലൂടെ കയറി ഇതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് ഒരു നേർത്ത സംഭവമാണ്. പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ളൊരു സംഭവമാണ് ടി വിയുടെ ബോർഡുകൾ. അപ്പം അങ്ങനെ വരുന്ന ഈ ടി വിയുടെ ബോർഡുകൾ തുരുമ്പ് പിടിച്ച് തുടങ്ങും, അല്ലെങ്കിൽ പല സംഭവങ്ങൾ ഷോർട്ടായി അടിച്ചു പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കാരണം കൊണ്ട് ഒരുപാട് വരുന്നുണ്ട്, ടി വിയുടെ കംപ്ലയിൻറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടി വരുന്നുണ്ട്. അപ്പം ഭൂരിപക്ഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ടി വി വീട്ടിൽ LED LCD ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഈ പൊടിപടലങ്ങൾ ആഴ്ചയിലോ അല്ലെ ഒരു മാസത്തിൽ 2 or 3 തവണ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക, നല്ല രീതിയിൽ പൊടി മുട്ടി നല്ല വൃത്തിയാക്കി വെക്കുക. ഈ എയർ ഫ്ലോ എപ്പോഴും നല്ല വൃത്തിയിലാക്കി വെക്കുക. എയർ കടക്കാനുള്ള ഓപ്ഷനും അങ്ങോട്ട് പൊടിപടലങ്ങൾ കടക്കാതിരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടി പോയി ചില സാഹചര്യത്തിൽ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പം ചില TV ടെക്നീഷ്യന്മാരൊക്കെ ഇത് പ്രശ്നമില്ലാതെ തുടക്കണ്ടെന്നൊക്കെ ചിലപ്പം പറഞ്ഞെന്ന് വരും. കാരണം നമുക്കറിയാലോ, നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്നൊരു വ്യക്തിക്കും അവരുടെ മേഖലകളിൽ വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണം ഏതെങ്കിലും ഒരു ഡോക്ടർമാർ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ആർക്കും രോഗം വരരുത്, ഒരിക്കലും രോഗി പോലും ഉണ്ടാവരുന്ന ഒരു ഡോക്ടർമാർ വിചാരിക്കില്ല. കാരണം അവർ പട്ടിണി കിടന്ന് ചത്തുപോകും ഈ ഡോക്ടർമാർ, രോഗമില്ലെങ്കിൽ. അതുപോലെ ഏതൊരു മേഖല, ഞാനൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഈ ഡിഷ് ഫീൽഡ് മാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു നല്ലൊരു കാറ്റടിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കത് ആ പണി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലയിൻറ്റ് വരണം. അതുപോലെ പക്ഷേ എല്ലാ മേഖലയിലും ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ചിന്തിക്കാത്ത ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ബാർബർ ചിന്തിക്കുമോ നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് കഷണ്ടി വരട്ടെ അല്ലെങ്കിൽ മുടി വളരുതെന്ന് ഒരിക്കലും ഒരു ബാർബർ ചിന്തിക്കില്ല. എന്തുകൊണ്ടാൽ അവർക്കത് വളർന്നാലേ അത് വെട്ടാൻ പറ്റൂ. മുടിയില്ലെങ്കിൽ കഷണ്ടിയുള്ള ആൾക്കാരോട് അവർക്ക് ദേഷ്യമായിരിക്കും, കാരണം മുടി വെട്ടാനുള്ള ഓപ്ഷൻ ഇല്ല, പിന്നെ മിക്കവാറും താടി മാത്രമേ കിട്ടൂ. അപ്പം അങ്ങനെ ഉള്ള രീതിയിൽ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ പ്രധാനമായി ചെയ്തത്, നിങ്ങൾ ഇന്ന് മുതൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ TV-യുടെ ചുമരിൻ്റെ പിന്നിലൊക്കെ ഫിറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ വെച്ചിട്ട് അത് അയച്ചെടുക്കാൻ പറ്റും. ഇവിടെ ലോക്ക് ചെയ്തായിരിക്കും. അത് അയച്ച് നല്ല വൃത്തിയിൽ മുട്ടി നല്ല ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വർഷങ്ങളോളം ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ TV നിലനിർത്താൻ സാധിക്കും. പിന്നെ TV-യുടെ വേറെ പല രീതിയിലും കംപ്ലയിൻ്റൊക്കെ വരും എന്ന് വിചാരിച്ച് ഇത് ക്ലീൻ ചെയ്തതിനെ കൊണ്ട് കംപ്ലയിൻറ്റ് വരില്ല എന്നല്ല, കംപ്ലയിൻറ്റ് വരുന്നത് നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ വീഡിയോ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. TV ടെക്നീഷ്യന്മാർ എന്നോട് ക്ഷമിക്കുക, കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പല ആളുകൾക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ യൂട്യൂബിൽ എന്തെങ്കിലും ഈ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന വീഡിയോകൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ TV ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ ചുമരുണ്ട്, സ്റ്റാൻഡ് മേൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം ഇന്ന് തന്നെ ചെക്ക് ചെയ്യുക. എല്ലാ വീട്ടിലും ഉണ്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ ഭൂരിപക്ഷം വീട്ടിലും ഈ ഒരു പ്രശ്നമുണ്ട്. പൊടി പിടിച്ചിട്ട് ബോർഡിൻ്റെ ഉള്ളിലൊക്കെ തുരുമ്പ് പിടിച്ച് ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ് വരുന്ന TV എനിക്കറിയാം. TV-കൾ വരുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ ടെക്നീഷ്യന്മാരുണ്ട്. അവരെൻ്റെ ഭാഗത്തും തെറ്റിപ്പോയാലും പ്രശ്നമില്ല, കാരണം കുറച്ച് ആളുകൾക്ക് ഇതൊരു ഉപകാരപ്പെടുമെന്ന് വിചാരിക്കും. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനായിട്ടും ഈ ഒരു കാര്യങ്ങളോ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലൊന്നും പലരും പറയും ഇത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ലൈക്ക് കൊടുക്കുക.